ഇന്നത്തെ എൻ്റെ വീഡിയോയിലും കാണിക്കാൻ പോകുന്നത് കറ്റാർവാഴ ചെടിയിൽ നിന്ന് അലോവേറ എടുക്കുന്ന രീതിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കറ്റാർവാഴ ചെടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ ഇല അവൈലബിൾ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് എങ്ങനെ കറ്റാർവാഴ ജെല്ലെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് മുന്നേയും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടു നോക്കുക. അതാണ് ഈസിയെങ്കിൽ അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 രീതിയിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളൊരു ഇല എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തിലെ ആ മഞ്ഞക്കറ പോയിട്ട് മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മളിതിങ്ങനെ കുറച്ച് പീസാക്കിയിട്ട് ആ 2 സൈഡിലും ഉള്ള മുള്ളും പോലുള്ള ഭാഗം കണ്ടിച്ച് കളയണം. ഇവിടെ ഇപ്പോൾ കത്രിക വെച്ച് തന്നെ കണ്ടിച്ച് കളയാണ്. കത്തി യൂസ് ചെയ്തും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ 2 മെത്തേഡെന്ന് പറഞ്ഞത്. ഇനിയിപ്പം ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തെ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയുക. അത് കണ്ടില്ലേ, സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ. കത്തി വെച്ചിട്ട് ചെയ്യുന്നതല്ലേ കൂടുതലും കണ്ടിട്ടുള്ളത്. സ്പൂൺ വെച്ചിട്ട് ചെത്തിക്കളയാണ്. എന്നിട്ട് സ്പൂൺ വെച്ച് തന്നെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ഈ ജെല്ല്. അതുപോലെ തന്നെ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന അലോവേറ ചെടിയിൽ നിന്നുള്ള ഇല ആയതുകൊണ്ടാണ് ഇത്രയും കനം കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് അല്ലാതെ നല്ല കനം ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഇല തന്നെ മതിയായിരിക്കും, കുറേ ജെല്ല് കിട്ടും. ഇതിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേതും എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് ചെറിയ 2 പീസൊക്കെ ആക്കി കഴിഞ്ഞാൽ കട്ടിയുള്ള ഭാഗവും കട്ടിയില്ലാത്ത ഭാഗവും 2ആക്കി മാറ്റിയിട്ട് കട്ടിയുള്ള ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. 2 ഭാഗത്തു നിന്നും എടുക്കാം. എന്നാലും ഇങ്ങനെ 2 പീസാക്കി എടുക്കുന്നതായിരിക്കും അല്ല. ആ നീളത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കത്തി വെച്ചിട്ട് ആ ഒരു ചെറിയൊരു ഭാഗത്തെ ഒരു ഇതാക്കി ഇങ്ങനെ മാറ്റി ആ ഒരു ഭാഗം ഇങ്ങനെ ജെല്ല് മാത്രമായിട്ട് മാറ്റി നമ്മൾ വെക്കുകയാണ്. ഇനി നമ്മളത് ജെല്ലെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരിക. സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തിരി ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി കയ്യിലൊക്കെ ഇത്തിരി ആയെന്നിരിക്കും. എന്നിരുന്നാലും സാരില്ല, നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ളതും പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുമായിട്ടുള്ളതാണ്. അത് അങ്ങനെ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇപ്പം ഈ ഓർഗാനിക് അല്ലെ നമ്മൾ ചെടിയിൽ നിന്ന് എടുക്കുന്നത് പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും നാച്ചുറലായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ജെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ 2 ആഴ്ചയോളം ഇരിക്കും. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇല എടുത്ത് വെച്ചിരുന്നാലും നമുക്ക് അതിൽ നിന്ന് അപ്പം തന്നെ ജെല്ലെടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. എന്നിരുന്നാലും കുറച്ച് എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഫേസ് പാക്കിനകത്തിലോ ഹെയർ പാക്കിനകത്തിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹെയർ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഫ്രിഡ്ജിനകത്തിൽ വെച്ചിരുന്നാലും മതി. അത് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറേ കൂടെ നാളിരിക്കും. ഇതുപോലൊരു ട്രേ എടുത്തതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം. നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുമ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മാത്രമല്ല കയ്യിലൊക്കെ അതിൻ്റെ മുക്കാൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും ആവുന്നത്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്യണം എന്നില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ, നല്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. വൈറ്റമിൻ സി ഒക്കെ ആഡ് ചെയ്യാം. ഇനി ഇതെന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്ത് നിന്ന് ഈ ഒരു പച്ചക്കളറൊക്കെ ഒന്ന് ഒരു ഇലയുടെ കുറച്ച് ഭാഗം കൂടെ ഒക്കെ ഉണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ജെല്ല് പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യണം ഇതിനകത്തിലോട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു പതയെല്ലാം പോയിട്ടുള്ള ഒരിതാണ്. ഇത് ഇനി ഒരു കണ്ടെയ്നറിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. 2 വീക്സോളം ഒക്കെ ഇരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ മിക്സി തന്നെ വേണമെന്നില്ല ബീറ്റ് ചെയ്തെടുക്കാൻ. ഫോർക്ക് യൂസ് ചെയ്ത് നമുക്ക്
ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴും ഇതുപോലെ തന്നെ ജെല്ലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് സ്കിൻ കെയറിനകത്തിലും ഹെയർ കെയറിനകത്തിലും ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ മുടിയിലൊക്കെ പുരട്ടി വെച്ചിരുന്ന നല്ല സിൽക്ക്, ഈ ഒരൊറ്റ സാധനം മതി. ഹെയർ പാക്കിനകത്തിൽ കുറേ സാധനങ്ങളൊന്നും ആഡ് ചെയ്യണമെന്നില്ല. ഈ അലോവേറ ജെല്ല് മാത്രം മതി മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാൻ, നല്ല സ്മൂത്തുമായിട്ടൊക്കെ ഇരിക്കാൻ. അതുപോലെ തന്നെ ഹെയർ ഒരുപാട് ഫേസ് പാക്കിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുൾട്ടാണി മിട്ടിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് ഈ ഒരു അലോവേറ എന്ന് പറയുന്നത്. ഇനിയിപ്പം എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി ഒരു കണ്ടെയ്നറിനകത്തിൽ എടുക്കുക. ഇത് നേരത്തെ ഇരുന്നൊരു അലോവേറ ജെല്ലിൻ്റെ കണ്ടെയ്നറാണ്, നേച്ചേഴ്സ് അലോവേറ ജെല്ലിൻ്റെ കണ്ടെയ്നറാണിത്. അപ്പോൾ അതിനകത്തിലോട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത്.